ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടന്നിട്ടും ആർക്കെതിരെയും നടപടിയെടുത്തുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കേണ്ടി വന്നിട്ടില്ല എന്നത് വലിയ ആശ്വാസത്തിലാണ് രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം അഥവാ ഹൈക്കമാൻഡ് കാണുന്നത്. എങ്കിലും പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനങ്ങൾക്കും നിലപാടിനുമെതിരെ ഒരാൾ നിന്നാൽ അത് ഏത് തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിലും പുറത്താക്കുക തന്നെ വേണം. അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പുറത്താക്കേണ്ടി വരുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് അധിർ രഞ്ജൻ ചൗധരിയുടേതാണ്. ചില്ലറക്കാരനല്ല അദ്ദേഹം. ലോകസഭയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ്, പശ്ചിമ ബംഗാളിന്റെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ, അതിനപ്പുറം രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖം. ഇങ്ങനെയുള്ള ഒരാളെ പുറത്താക്കേണ്ടി വന്നാൽ അത് കഴിഞ്ഞ് അയാൾ BJP-യിലേക്ക് പോയാൽ പാർട്ടിക്ക് വലിയ ക്ഷീണം തന്നെയായിരിക്കുമെന്ന തിരിച്ചറിവാണ് ചൗധരിയെ ഇത്രയും കാലം ഒപ്പം കൂട്ടിയത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ചെറ്റത്തരമെന്ന് പറയാം അദ്ദേഹം നടത്തിയത്. രാജ്യത്തെ 28ഓളം പ്രമുഖ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ്. അത് രാജ്യ താല്പര്യത്തിന് വേണ്ടി എന്ന് പ്രഖ്യാപിച്ചിട്ടും അതിനു മുന്നിൽ നിന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയുമായിട്ട് പോലും ആ ഇന്ത്യ മുന്നണിയുടെ തീരുമാനം അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരേ ഒരു നേതാവ് കോൺഗ്രസിലുള്ളൂ, അത് അധിർ രഞ്ജൻ ചൗധരിയായിരുന്നു. ഇപ്പോഴിതാ ബംഗാൾ തെരഞ്ഞെടുപ്പ് ഏകദേശം കഴിയാറായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. 25 വർഷമായി ബംഗാളിലെ ബഹ്റാംപൂരിൽ നിന്നുള്ള MP ആണ് അധിർ രഞ്ജൻ ചൗധരി. ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്തിറക്കിയ ക്രിക്കറ്റ് താരം യൂസഫ് പട്ടാനെ നേരിട്ടുകൊണ്ടാണ് അധിർ രഞ്ജൻ ചൗധരി ജനവിധി തേടിയത്. എന്നാൽ കോൺഗ്രസ് പശ്ചിമ ബംഗാൾ അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരിക്ക് താക്കീതുമായി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അധിർ രഞ്ജൻ ചൗധരിക്ക് അധികാരമില്ലെന്നും ഹൈക്കമാൻഡാണ് പാർട്ടിയെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വ്യക്തമായി പറഞ്ഞ പാർട്ടി അധ്യക്ഷൻ ഖർഗെ ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കാത്തവർ പാർട്ടിയിൽ നിന്ന് പുറത്താകുമെന്നുള്ള ചൗധരിയോടുള്ള താക്കീത് അറിയിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി BJP-യിലേക്ക് പോകുമെന്ന അധിർ രഞ്ജൻ ചൗധരിയുടെ പരാമർശത്തിലാണ് ഖർഗെയുടെ ഈ താക്കീത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ മുന്നണി മമതയ്ക്കൊപ്പം നിൽക്കാൻ പറഞ്ഞപ്പോൾ മമതയുമായി സഖ്യത്തിനില്ലെന്നും CPM-നൊപ്പം മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് കോൺഗ്രസിനെ വെട്ടിലാക്കിയ നേതാവാണ് ചൗധരി. അത് കഴിഞ്ഞ് മമതയുടെ തൃണമൂലിന് വോട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് BJP-ക്ക് വോട്ട് കൊടുക്കുന്നതാണെന്നും ചൗധരി പറയുകയുണ്ടായി. അങ്ങനെ നിരന്തരം മുന്നണിയെയും പാർട്ടിയെയും അദ്ദേഹം വെട്ടിലാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ നടപടിയെടുത്താൽ അയാൾ BJP-യിലേക്ക് പോയി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. എന്നാൽ ഇപ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതോടെ ഹൈക്കമാൻഡും കടുപ്പിച്ചു തുടങ്ങി. തൃണമൂലിനെ കോൺഗ്രസ് അകമഴിഞ്ഞ് പിന്തുണച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ മുന്നേറാൻ അവിടെ സാധിക്കുമായിരുന്നു. മാത്രമല്ല, ലഭിച്ചിരുന്ന സീറ്റിൽ കോൺഗ്രസിന് അനായാസം ജയിക്കാനും കഴിയുമായിരുന്നു. എല്ലാം തകർത്തത് അധിർ രഞ്ജൻ ചൗധരിയാണ്. അതുകൊണ്ട് എല്ലാം കൂട്ടിയുള്ള ഒരു നടപടി വരാനിരിക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ നൽകിയ താക്കീത്. ഇന്ത്യ മുന്നണി വലിയ വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന് വിലങ്ങുതടിയായി നിന്ന് ഈ രാജ്യം തന്നെ പറയുന്ന നേതാവ് ചൗധരിക്ക് പുറത്തേക്കുള്ള വഴി ഉറപ്പാണെന്ന് തെളിയുന്നു.